നമസ്തേ. പ്രഥമഃ പാഠഃ വിശ്വം ജയാമ. 7ാം ക്ലാസ്സിലെ 1ാം പാഠം വിശ്വം ജയാമ എന്ന പാഠത്തിൻ്റെ അതൊരു കവിതയാണെന്നറിയാമല്ലോ. ആ കവിതയുടെ അർത്ഥങ്ങളാണ് ഇന്ന് പറയുന്നത്. കവിതയുടെ ആമുഖം നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ്? മനുഷ്യജീവനെ അസ്മാഭിഹി ആർജനീയ ബഹവോ ഗുണാഹ സന്തി. മനുഷ്യജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട നിരവധി ഗുണങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായിട്ട് തേഷു ഗുണേഷു ദയാ, സ്നേഹ, ക്ഷമ, ധീരത, മൈത്രി, നീതിബോധ ഇത്യാദയ പ്രമുഖാഹ ഭവന്തി എന്ന് കാണുന്നു. ആ ഗുണങ്ങളിൽ ദയ, സ്നേഹം, ക്ഷമ, ധീരത, മൈത്രി സൗഹൃദമെന്നാണ് അർത്ഥം, നീതിബോധം, ഇത്യാദയ തുടങ്ങിയവ പ്രമുഖങ്ങളാണ്. പ്രമുഖാഹ ഭവന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖങ്ങളാണ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കവിതയുടെ ഓരോ സ്റ്റാൻസകളും 4 വരികൾ വെച്ച് നോക്കാം. ഒന്നാമത്തെ സ്റ്റാൻസ, ആദ്യത്തെ 4 വരികൾ. വിശ്വമഖിലം ജേതുമചിരാത് മിത്രകാണി യഥാമഹൈ വിശ്വസോദര ഭാവനാം ഹൃദി ശാശ്വതം കലയാമരെ എന്നാണ് 4 വരികൾ. അതിൻ്റെ അർത്ഥമാണ്, ഈ ലോകം മൊത്തം കീഴടക്കുവാനായി, ഈ വിശ്വമഖിലം, ഈ ലോകത്തെ മൊത്തം കീഴടക്കുവാനായി, ജേതുമച്ചിനെ വിജയിക്കുവാൻ, നേടുവാൻ എന്നൊക്കെയാണ്. അചിരാത് പെട്ടെന്നെന്നാണ് അർത്ഥം. വേഗം നേടിയെടുക്കുവാനായി നമുക്ക് മിത്രകാണി സുഹൃത്തുക്കളെ യഥാമഹേ നേടാം എന്നാണ് അർത്ഥം. വിശ്വസോദര ഭാവനാം ഹൃദി ശാശ്വതം കലയാമരെ എന്ന് വെച്ചാൽ, വിശ്വസോദര ഭാവന എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ളവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും എല്ലാ ചരാചരങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ഭാവനയാണ് അത്. വിശ്വസോദര ഭാവന, ഭൂമിയിലെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന ചിന്ത. ഹൃദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ എന്ന് വരും. കലയാമരെ, കലയാമ വെച്ച് കഴിഞ്ഞാൽ ലയിക്കുക എന്നാണ്. കലയാമരെ, അങ്ങനെ ലയിക്കട്ടെ എന്നാണ്. രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംബോധന ചെയ്യുന്നതാണ്, അല്ലയോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. എന്താണ് 4 വരികൾ പറയുന്നത്? ശാന്തിരസ്തു സദാസ്തു സുഹൃദോ നീതിബോധോ ജീവനെ സത്യധർമ്മ സമത്വ സഹിതാഹ സന്തു സഹജാഹ സർവതാ. അസ്തു എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ ഉണ്ടാകട്ടെ, ഭവിക്കട്ടെ എന്നൊക്കെയാണ്. ശാന്തിരസ്തു, ശാന്തി ഉണ്ടാകട്ടെ. സദാസ്തു, എപ്പോഴും ഉണ്ടാകട്ടെ. സുഹൃതോ, എന്താണ്? സുഹൃത്തുക്കളെ. നീതിബോധോ ജീവനെ, നീതിബോധവും എന്താണ്? ശാന്തിയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ. എന്നെന്നും ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശാന്തിയും നീതിബോധവും ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ എന്നാണ് മൊത്തത്തിലുള്ള അതിൻ്റെ അർത്ഥം. അതിനുശേഷം അടുത്ത 2 വരികൾ. സത്യധർമ്മ സമത്വ സഹിതാഹ സന്തു സഹജാഹ സർവതാ. സത്യവും ധർമ്മവും സമത്വവും നിങ്ങളുടെ സഹോദരന്മാരായിരിക്കട്ടെ. അതായത് നമ്മുടെ കൂട്ടുകാരായിരിക്കട്ടെ. ആരൊക്കെയാണ്? സത്യം, ധർമ്മം, സമത്വം. ഈ ഭാവനകൾ നമ്മുടെ സഹോദരങ്ങളായി തീരട്ടെ. അങ്ങനെ നമുക്ക് എന്താണ്? സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് മൊത്തത്തിലുള്ള ആ 4 വരികളുടെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. ആ 4 വരികൾ. മിത്രഭാവനയാസ്തു സതതം അത്ര മിത്രക ജീവനം ശത്രുതാ കണികാഭിമാസ്തു ദൃഢാസ്തു സംഹതി ഭാവന. മിത്രഭാവനയാഹ തു എന്നാണ് മിത്രഭാവനയാസ്തു എന്ന് ഒരുമിച്ച് എഴുതുന്നത്. സതതം, എപ്പോഴും എന്നർത്ഥം. അത്ര, സതതമത്ര എന്നുള്ളത് സതതമത്ര എന്നായി. സതതം അത്ര എന്നുള്ളത് സതതമത്ര, എപ്പോഴും. അത്ര എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണല്ലോ. മിത്രക ജീവനം, ഇതാണ് മിത്രക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരാ. കൂട്ടുകാരനോ കൂട്ടുകാരിയോ. മിത്രക ജീവനം, ജീവിതം എന്നാണ് അർത്ഥം. അപ്പോൾ മിത്രഭാവനയാസ്തു സതത മത്ര മിത്രക ജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തേ, ഇവിടെ ജീവിതം എല്ലായ്പ്പോഴും സൗഹൃദഭാവത്തോടെ ആകട്ടെ എന്നർത്ഥം. അടുത്ത വരികൾ പറയുന്നു. ശത്രുതാ കണികാഭിമാസ്തു ദൃഢാസ്തു സംഹതി ഭാവന. ശത്രുതയുടെ ഒരു കണിക പോലും, ഒരു തന്മാത്ര പോലും, ഒരു അണു പോലും, മാസ്തു അരുത്, ഉണ്ടാകരുത്. ദൃഢാസ്തു, ദൃഢമാകട്ടെ. അസ്തു എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു, അങ്ങനെ ആകട്ടെ എന്നാണ്. ദൃഢാസ്തു, ദൃഢമാകട്ടെ. സംഹതി ഭാവന, സംഹതി ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യഭാവന, ഐക്യത്തോടെയുള്ള ആ നമ്മുടെ ജീവിതം, അത് എന്താണ്? ദൃഢമായി തീരട്ടെ. ശത്രുതയുടെ ഒരു കണിക പോലുമില്ലാതെ ഐക്യഭാവം ഇവിടെ ദൃഢമാകട്ടെ എന്നാണ് 4 വരികളുടെ ലാസ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് കവിതയുടെ അവസാന വരികൾ നോക്കാം. ഹീനചിന്താം വർജയന്തോ ജ്ഞാനഭാനുമുപാസ്മഹേ അജ്ഞദാന്ധ്യം വാരയന്തോ യാമ സന്തതമഗ്രത. എന്താണ് അർത്ഥം നോക്കൂ. ഹീനചിന്ത, ഹീനചിന്ത വെച്ചാൽ ദുഷ്ടചിന്ത. വർജയന്തോ, ഉപേക്ഷിക്കുക എന്നാണ് കേട്ടോ. ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അറിവ്. ഭാനു എന്ന് വെച്ചാൽ സൂര്യൻ എന്നാണ്. സൂര്യന് വെളിച്ചം എന്നൊക്കെ അർത്ഥമുണ്ട്.
ജ്ഞാനഭാനു ഉപാസ്മഹേ. അപ്പോൾ പറയുകയാണ്, ദുഷ്ടചിന്തകൾ ഉപേക്ഷിച്ച് അറിവാകുന്ന സൂര്യനെ നമ്മൾ ഉപാസിക്കുക. ഉപാസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേടിയെടുക്കുക, ധ്യാനിക്കുക, എന്താണ് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഉപാസിച്ചുകൊണ്ട് ദുഷ്ടചിന്തകൾ ഉപേക്ഷിച്ച് അറിവാകുന്ന സൂര്യനെ ഉപാസിക്കുക. പിന്നീട് എന്താണ്, അജ്ഞതാന്ത്യം വാരയന്തോ യാമസന്തതമഗ്രത. അജ്ഞതയാകുന്ന അന്ധതയെ, അതായത് ഇരുട്ടാണ് അന്ധത എന്ന് പറയുന്നത്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ഇരുട്ട്. നമ്മളെ ഈ ലോകത്ത് ഏറ്റവും വലിയ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന എന്താണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. അതിനെ അജ്ഞതാന്ത്യം, അതിനെ എന്താണ്, വാരയന്തോ, അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നീക്കിക്കൊണ്ട് യാമ, എന്താണ്, കഴിയാം, അല്ലെങ്കിൽ എന്താണ്, നീങ്ങാം, മുന്നോട്ട് നീങ്ങാം. എങ്ങനെയാണ്, സന്തതമഗ്രത, യാമസന്തതമഗ്രത. അപ്പോൾ പറയാണ്, എപ്പോഴും നമുക്ക്, സന്തതം എന്ന് വെച്ചാൽ എപ്പോഴും, നിരന്തരം എന്നർത്ഥം. അപ്പോൾ യാമസന്തതമഗ്രത, നമുക്ക് അജ്ഞതയാകുന്ന ഇരുട്ടിനെ മറികടന്ന് നിരന്തരം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നല്ലൊരു പോസിറ്റീവ് തോട്ട്സ്, നല്ലൊരു എന്താണ് പോസിറ്റീവ് തോട്ട്സ് വരുന്നൊരു കവിതയാണിത്. എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് സൗഹൃദഭാവത്തോടെ നമുക്ക് ഈ ലോകത്തെ കീഴടക്കാം എന്നാണ് മൊത്തത്തിലുള്ള കവിതയുടെ ആശയം. ഇതിൻ്റെ ബാക്കിയുള്ള പഠന പ്രവർത്തനങ്ങളും മറ്റനുബന്ധ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.